നവകേരള നിർമ്മാണത്തിന് പ്രത്യേക പാക്കേജും ആശയങ്ങളുമായി സംസ്ഥാന ബജറ്റ് തയ്യാറാകുന്നു. നവോത്ഥാന മ്യൂസിയവും സ്ത്രീ ശാക്തീകരണ പദ്ധതികളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാവും. പ്രളയം കിഫ്ബിയെ മാന്ദ്യത്തിലാക്കിയെന്നും ധനമന്ത്രി തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. ജനുവരി 31-നാണ് സംസ്ഥാന ബജറ്റ്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള നൂതന ആശയങ്ങളാകും തന്റെ 10ാമത്തെ ബജറ്റിന്റെ കാതലെന്ന് തോമസ് ഐസക്. പ്രധാന ഊന്നൽ കേരള പുനർനിർമ്മാണം തന്നെയായിരിക്കും. അതിൽ വലിയ തുകകൾ പറയലല്ല. തുകകളൊക്കെ ഒരുപക്ഷെ റീബിൽഡിൻ്റെ സ്കീമും ഒക്കെ വരുമ്പോഴാണ് വരത്തുള്ളതായിരിക്കും. ഒരു 10-20 ഐഡിയാസ് കേരളത്തെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായത്. അപ്പോൾ ഈ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് പോകും. പരിമിതമായ വിഭവങ്ങളെ ആശ്രയിച്ചും കേന്ദ്ര സർക്കാരിൽ അധികം പ്രതീക്ഷ വയ്ക്കാതെയുമാകും ബജറ്റ് തയ്യാറാക്കുക. GST വരുമാനത്തിൽ കുറവുണ്ടായതിനാൽ പ്രളയ സെസ്സിൽ നിന്ന് കാര്യമായ ഗുണം പ്രതീക്ഷിക്കുന്നില്ല. 1% ഇപ്പൊ സെസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. 500 കോടി രൂപയാണ് ഒരു വർഷം കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 28 ഉണ്ടായിരുന്ന മുഴുവൻ 18 ആക്കി. 10%. അപ്പോൾ എത്ര ആയിരം കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്? ഇതാണ് നമ്മുടെ വരുമാനം വർദ്ധിക്കാതിരിക്കാനുള്ള മുഖ്യ കാരണം. ഏറെ പ്രതീക്ഷ അർപ്പിച്ച കിഫ്ബി പ്രളയത്തിനു ശേഷം മാന്ദ്യത്തിലായെന്നും ഐസക് വ്യക്തമാക്കുന്നു. കിഫ്ബി ഈ പ്രളയമൊക്കെ വന്നപ്പോൾ വീണ്ടും മാന്ദ്യത്തിലായി. എന്നും എല്ലാം നിർത്തിവെച്ചിരിക്കുകയല്ലായിരുന്നു 3 മാസം. ഞാൻ പ്രതീക്ഷിക്കുന്ന അടുത്ത വർഷം ഒരു 20,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കും. പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളത്. ഈ വർഷം ഏതാണ്ട് 45,000 കോടി രൂപയുടെ അനുമതി കൊടുത്തിരിക്കും. നവോത്ഥാനം, സ്ത്രീ ശാക്തീകരണം, ആരോഗ്യ വിദ്യാഭ്യാസ രംഗം എന്നിവയ്ക്കും ബജറ്റിൽ പ്രാമുഖ്യം നൽകും. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ജനപ്രിയ ബജറ്റ് പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് ഐസക്കിന്റെ മറുപടി: ജനങ്ങളുടെ ആശുപത്രി, ജനങ്ങളുടെ സ്കൂള്, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം വളരെ ഉദാരമായ സമീപനമല്ലേ. കാരണം വലിയ മൂലധന ചെലവ് വരുന്നതൊക്കെ ബഡ്ജറ്റിന് പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. കിഫ്ബി വഴിയും ലൈഫ് വഴിയുമൊക്കെ. അപ്പോൾ ബഡ്ജറ്റിനുള്ളിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ട് ഇങ്ങനെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് സ്വീകരിക്കുന്ന സമീപനം. ന്യൂസ് 18 തിരുവനന്തപുരം.